ഹായ് ഓൾ, ഇത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു മത്തി പെരട്ടാണ് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഒരു അരപ്പ് മാത്രം മതി, ഒരു ചാറ് മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാനായിട്ട്. ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമുക്കിത് റെസിപ്പി എങ്ങനെയാണോ ഉണ്ടാക്കണതെന്ന് കണ്ടു നോക്കാം. നമ്മൾ ആദ്യം ഒരു പാൻ എടുത്തിരിക്കുന്നത്, ഗ്യാസ് കത്തിക്കാതെയാണ് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് പിന്നെ പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉലുവയും നമുക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കുഞ്ഞുള്ളിയും കൂടെ ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഒന്ന് ഓണാക്കി വെച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് അരപ്പ് നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം അതിന് ശേഷം നമ്മൾ വരിഞ്ഞു വെച്ചിരുന്ന മീനൊക്കെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു സൈഡ് ഒന്ന് കുക്കായി വരുമ്പോഴത്തേക്ക് നമുക്ക് മസാല എല്ലാം പിടിച്ച് നല്ല അരപ്പെല്ലാം ഒന്ന് ഇതായി വെന്തെന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊന്ന് തിരിച്ചിട്ട് മറു സൈഡും കൂടെ ഇതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നല്ല കിടു രുചിയിലുള്ള ഇതാണ് കേട്ടോ. ഇതിൻ്റെ മസാല മാത്രം മതി കേട്ടോ നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്യുക. ഇടിഞ്ഞു പോകാതെ തിരിച്ച് മറിച്ച് എടുത്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ അരപ്പെല്ലാം മസാലയിലോട് കൂട്ടി ചേർന്ന് വറ്റി വരുന്നതാണ് അതിൻ്റെ ഒരു പരുവ് എന്ന് പറയുന്നത്. നമ്മൾ കുക്കർ മത്തി 2 കഷ്ണം മീനുണ്ടെങ്കിൽ നമുക്ക് വയറ് നിറയെ ചോറ് കഴിക്കാം കേട്ടോ. നമ്മളുടെ മീനിപ്പം നന്നായിട്ട് നല്ല ചാറൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.